അതാണ് എനിക്ക് ഫാക്കൽറ്റീസിനെ കുറിച്ച് പ്ലസ് പോയിന്റ് ആയി തോന്നിയത്. ഓരിങ്ങനെ സ്ട്രിഞ്ചന്റ് ആയിട്ട് ഓരോ പണിഷ്മെന്റ് തരാണ്ട് ഇങ്ങനത്തെ കോമിക് വേയിലേക്ക് തരും. Hi, hello, this is Alshifa from Eduflare and I'm currently doing B2 and this is Richu Joni and Ashwin currently doing B1. നമ്മുടെ ക്ലാസ്സിലെ മെയിൻ ഫാക്കൽറ്റിക്ക് ചാൻസ് ഉള്ള ആളാണ് ഇരിക്കുന്നത്. ഇതാ മെയിൻ ഫാക്കൽറ്റി, മെയിൻ അസിസ്റ്റന്റ്. അങ്ങനെ ക്ലാസ് ടോപ്പർ അല്ലേ, അപ്പൊ എന്റേതായിട്ടുള്ള അറിയാലോ. ഏത് ഏവണിലാന്ന് ആലോചിക്കണം. അത് അത് A1 ക്ലാസ് ടോപ്പർ ആയിരിക്കും. വിട്ടു കൊടുത്തതാണ് പാവം. പാവം പിള്ളേർക്ക് ഈഗോ. അപ്പൊ അവരുടെ അടുത്ത് പറഞ്ഞ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതേപോലെ വേണ്ട എക്സാം എഴുതാൻ പറ്റാഞ്ഞു പോയതാ. അല്ല നിങ്ങളല്ലേ ഇടയിൽ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എന്താ സംഭവം? ഇടയ്ക്ക് എക്സാമിനൊരു 1 വീക്ക് ബാക്ക് തന്നെ വയ്യാണ്ടായി. അങ്ങനെ മാക്സിമം ശ്രമിച്ചു നിൽക്കാനായിട്ട്, പക്ഷെ പറ്റിയില്ല. അങ്ങനെ നാട്ടിൽ പോയി അഡ്മിറ്റ് ആയിരുന്നു. ഏകദേശം ഒരു 7 ഡേയ്സോളം അഡ്മിറ്റ് ആയിരുന്നു. പിന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സാം വേറെ ഡേറ്റിലേക്ക് മാറ്റി. ഇപ്പോൾ എക്സാം വരിക, A2 എക്സാം എനിക്കിപ്പോൾ വരാൻ പോവാ. ഓ, കുറെ ക്ലാസ് ഒക്കെ മിസ് ആയിട്ടുണ്ടാവില്ലേ? അത് കുഴപ്പമില്ല, ടോപ്പേഴ്സിനൊക്കെ തിരിച്ചെടുക്കാലോ. കുഴപ്പമില്ല. ഓക്കെ, A2 എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു റിച്ചു? എക്സാം ഒക്കെ അടിപൊളിയായിരുന്നില്ലേ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അടിപൊളിയായിട്ട്. പിന്നെ മിസ്റ്റേക്കുകൾ ഉണ്ട്, അത് സാറ് പറഞ്ഞു തന്നു. ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിടിക്കാനില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് പോകും എന്നുള്ളതില്ല. അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നില്ല, കോമ ഇടുന്നില്ല, അങ്ങനത്തെ ഒക്കെ മിസ്റ്റേക്കുകളാണ് വരുന്ന. ചെറിയ ചെറിയ കണക്ടറിന്റെ ശേഷം കോമ ഇടും, അങ്ങനെയൊക്കെ ഓരോ പ്രശ്നം. ക്യാപിറ്റൽ ഉണ്ടാവില്ല, സ്മോൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് സാറ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് മാർക്ക് പോവും. അത് ഗോയിറ്റയില് ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നോക്കൂല. അത്രയ്ക്ക് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പിന്നെ ഒറ്റവെട്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഇമ്പോഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ ആ ഒരു സെന്റൻസ് ഒരു 50 ടൈംസോ 100 ടൈംസോ എഴുതാനായിട്ട്. വേറെ എന്തെല്ലോ ഇമ്പോഷൻ ഒക്കെ കേട്ടു, ഫ്ലവർ വൈസോ. അതുണ്ട്. അത് ക്ലാസ്സിൽ അതൊരു കോൺജുവേഷൻ പറഞ്ഞ ഞാനല്ല, ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ. അവന്റെ അടുത്ത് സൈൻ്റെ കോൺജുവേഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോ ഇഷ് ബീൻ ഡു ബീസ്റ്റ് അങ്ങനെയാണ് പറയണ്ടേ. അവൻ സൈനെ ഡു സൈൻസ്. അതിന് നല്ല രീതിയിൽ ചീത്ത കേട്ടു. പിന്നെ ക്ലാസ്സിലെ മെയിൻ ഫ്ലവർ വൈസ് ആണ് അവൻ. ഫ്ലവർ പണിഷ്മെന്റ് ആണ്. സാർ എവിടെയൊക്കെ നിൽക്കുന്നോ അവിടെ പോയി ഫ്ലവർ വൈസ് ആയിട്ട് നിൽക്കുക. ഞങ്ങൾക്ക് എല്ലാവർക്കും പണിഷ്മെന്റ് കിട്ടാറുണ്ട്, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും ഫ്രീക്വന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവനാണ്. അവനും അതൊരു ഇഷ്ടം പോലെയാ. സാറും അങ്ങനെ. അതാണ് എനിക്ക് ഫാക്കൽറ്റീസിനെ കുറിച്ച് പ്ലസ് പോയിന്റ് ആയി തോന്നിയത്. ഓരിങ്ങനെ സ്ട്രിഞ്ചന്റ് ആയിട്ട് ഓരോ പണിഷ്മെന്റ് തരാണ്ട് ഇങ്ങനത്തെ കോമിക് വേയിലേക്ക് തരും. അപ്പൊ പണിഷ്മെന്റ് തന്നു, എന്തായാലും പഠിക്കുകയും ചെയ്യും. എന്നാൽ പിന്നെ അത് ഭയങ്കര ഓരോ ഹേർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കില്ല. അതുപോലെ ഞങ്ങളെ എക്സ്പ്രഷൻ ചെയ്യാനൊക്കെ ദീപ് സാറിന്റെ ക്ലാസ്സിൽ വിടും. അപ്പൊ ദീപ് സാറിന്റെ പണിഷ്മെന്റ് എങ്ങനെയാന്ന് വെച്ചാൽ പുഷപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ സിറ്റപ്പോ പുഷപ്പോ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ പറയും സാർ ഇന്ന് ലെഗിൽ വേണ്ട, നമുക്ക് ചെസ്റ്റിന് ചെയ്യാന്ന് പറഞ്ഞിട്ട് പുഷപ്പ് വരും. അങ്ങനെയാ. എനിക്കും A1 ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. നാഗേഷ് സാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ശബ്ദ കുറവുള്ളവരിനെ താഴത്തെ ഫ്ലോറിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ നിന്ന് പറയിപ്പിക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷെ വീട്ടുകിട്ടെ ഫണ്ണി വേ, ആ ഒരു വേലേ നമ്മൾ എടുക്കുള്ളൂ. സാറ് തരുന്നത് അത് തന്നെയാണ്. സാർ അതിൻ്റെ പകരം വേറെ സ്ട്രിഞ്ചൻ്റ് ആയിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വിളിക്കും ആ സാധനമൊന്നുമില്ല. പകരം ഇവരെന്താ ഒന്നുമില്ല, താഴെ പോയിട്ട് നീ അവിടെ നിന്ന് പറഞ്ഞോന്നായി. എന്നിട്ട് അവൻ താഴെ പോയിട്ട് അപ്പം സാറ് ഇല്ല നോക്കേന്മാല ഒന്നും കൂടെ പറഞ്ഞോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇരുന്ന് പറയിപ്പിക്കും. അങ്ങനെ ഫുള്ള് പറയിപ്പിക്കും. അങ്ങനെയൊക്കെ ഫണ്ണി പണിഷ്മെന്റ്സ് ആയിരിക്കും അല്ലേ? എല്ലാവരും മുഫി സാറായാലും ദീപ് സാറായാലും സാഗർ സാറായാലും നല്ല ഫണ്ണി ആയിട്ടുള്ള പണിഷ്മെന്റ്സ് ആയിരുന്നു. ഫ്ലവർ വൈസ് ഈ കാറ്റ് തള്ളി പിടിക്കുക അല്ലേ? അത് നമ്മള് ഈ ഒരു പൊസിഷനിൽ എന്നിട്ട് ഇങ്ങനെ നിൽക്കണം. അടുത്തുനിന്ന് ഒരാൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിങ്ങനെ കാറ്റ് തള്ളി പിടിക്കുക. പിന്നെ ഇങ്ങനെ തിരുവാതിരയുടെ പൊസിഷൻ. ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ സെൻറ്ററിൽ ഒരാൾ നിന്നിട്ട് തിരുവാതിര കളിക്കും, സൈഡിൽ ഒരാൾ നിന്നിട്ട് കരാട്ടെ ചെയ്യും, വേറൊരാൾ നിന്നിട്ട് ഗ്ലാസ് മറിഞ്ഞ് എഴുതുന്നുണ്ടോ? എല്ലാവർക്കും ഓൾമോസ്റ്റ് ഓരോ പൊസിഷൻസ് കിട്ടാറുണ്ട്. മെയിൻ ആയിട്ടും പണിഷ്മെന്റ് കിട്ടുന്ന. അപ്പൊ നമ്മളെല്ലാരും കുറെ വലിയ വലിയ ആഗ്രഹങ്ങൾ, ജർമ്മനിയിൽ പോകണം, അവിടെ പോയി സെറ്റിൽ ആവണം, അങ്ങനത്തെ വലിയ ആഗ്രഹങ്ങൾ വെച്ചിട്ടായിരിക്കുന്നത്. എല്ലാതും എന്തായാലും നടക്കട്ടെ, നമ്മൾ വിചാരിച്ച പോലെ ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് അശ്വിൻ ആൻഡ് റിച്ചു ഫോർ ദിസ് സെഷൻ. ആൻഡ് അടുത്തൊരു പുതിയ ഫണ്ണി ആൻഡ് ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് നമ്മൾ വരും. Until then, choose. Eduflare, education driven by passion.